നമസ്കാരം, അസ്കർ മുതുവല്ലൂരാണ്. നമ്മുടെ കേരളത്തിലെ SLC ഫലം പ്രഖ്യാപിച്ചല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 99.5% ആണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട മക്കളും രക്ഷിതാക്കളും +1 അഡ്മിഷൻ എടുക്കുന്ന ഓരോ തിരക്കിലായിരിക്കും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, നമുക്കറിയാം +1 നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അത് ഭാവിയിൽ നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന കരിയർ മേഖല, ചെയ്യാൻ പോകുന്ന ജോലി, അതിനെപ്പറ്റി നല്ലൊരു വ്യക്തത നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ +1 സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിൽ പഠിക്കാൻ 1, 2, 3 സ്ഥാപനം ഉണ്ടാവും. എന്തായാലും എനിക്ക് അവിടെ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവും. ഒരു പക്ഷേ അവിടെ നമുക്ക് കിട്ടണമെന്ന് യാതൊരു പ്രതീക്ഷയും നമുക്കുണ്ടാവില്ല. ആ ആദ്യത്തെ 1, 2, 3 സ്ഥാപനത്തിൻ്റെ കോമ്പിനേഷൻ സബ്ജക്റ്റ്, അതിനെപ്പറ്റി നല്ല ധാരണ നമുക്കുണ്ടാവും. നമ്മൾ ഈ ഫോമുമായിട്ട് നമ്മൾ അക്ഷയയിൽ പോകും. അവിടെ പോയിട്ട് ആദ്യത്തെ 1, 2, 3 കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ബാക്കിയുള്ള 4, 5 തുടങ്ങുന്ന ഒരുപാട് ഓപ്ഷൻസ്, അതിനെപ്പറ്റി വലിയ ധാരണ നമുക്കുണ്ടാവില്ല. സ്ഥാപനം, അതിൻ്റെ കോഡൊന്നും നമുക്കറിയില്ല. സബ്ജക്റ്റ് കോമ്പിനേഷൻ ഒന്നും നമുക്കറിയില്ലുണ്ടാവില്ല. അതൊക്കെ നമ്മളെന്ത് ചെയ്യും, അവസാന ഘട്ടത്തിൽ അക്ഷയയിലെ ആ ഒരു സ്റ്റാഫിനെ നമ്മളെന്ത് ചെയ്യും, അത് ഏൽപ്പിക്കും. നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു ഫോമുമായിട്ട് നമ്മൾ പോരും. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റിയൊരു ബോധം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ സ്ഥാപനം, അവിടുത്തെ കോമ്പിനേഷൻ, അവിടുത്തെ സബ്ജക്റ്റ്, സ്കൂൾ കോഡ്, ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എങ്കിൽ അക്ഷയയിലെ സ്റ്റാഫ് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കിട്ടുന്ന സ്ഥാപനം വിദൂരമായ സ്ഥാപനമാവാം. നമ്മുടെ കരിയറിനെ, നമ്മുടെ പാഷനെ ഒരിക്കലും ആപ്റ്റ് ആവാത്ത സബ്ജക്റ്റോ കോമ്പിനേഷനോ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ ബാധിക്കും, നമ്മുടെ കരിയറിനെ ബാധിക്കും, നമ്മളെ പഠിക്കാനുള്ള താല്പര്യം എല്ലാം അത് ഇല്ലാതാക്കും. അതുകൊണ്ട് നമ്മൾ +1 അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ സബ്ജക്റ്റും ഓരോ സ്കൂളും അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടായിരിക്കണം നമ്മൾ അക്ഷയ സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യാൻ നമ്മൾ പോവേണ്ടത്. ഈ കാര്യം പാരൻസും മക്കളും വളരെ നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം എല്ലാവർക്കും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവട്ടെ. നിങ്ങളുടെ ടേണിംഗ് പോയിൻ്റ് അത് ടേണിംഗ് പോയിൻ്റ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.